ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നാട്ടിടകളിൽ ഒഴുകിക്കുതിർന്ന ഓരോ ചോരച്ചാലിലും ഒരു നാടിന്റെ ഉണർച്ചയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെഞ്ചോരപ്പൂവുകളുടെ സഞ്ചാരം തുടരുന്നു. മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. രക്തസാക്ഷി കേവലമൊരു വാക്കല്ല, അത് ഒരാശയമാണ്, ആദർശമാണ്. നിർദ്ദിഷ്ടമായ ലക്ഷ്യത്തിനു വേണ്ടി മരണം വരണമാല്യമായി സ്വീകരിക്കുന്നയാളാണ് രക്തസാക്ഷി. ഓരോ രക്തസാക്ഷിത്വവും നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ആത്മത്യാഗമാണ്. മാനവിക മോചനത്തിനായി ചുടുമണ്ണിലിറ്റ് വീണ ഒരു ചെറിയ തുള്ളി ചോര പോലും ചരിത്രമാകാതിരുന്നുകൂടാ. ആ നിർബന്ധം ചെഞ്ചോരപ്പൂവുകൾക്കുണ്ട്. സഖാവ് കൊളങ്ങരോത്ത് രാഘവന്റെ ധീര രക്തസാക്ഷിത്വം അകലങ്ങളിലെവിടെയോ മറഞ്ഞിരിക്കേണ്ട കറുത്ത പൊട്ടല്ല, ചരിത്രത്തിന്റെ നെറ്റിക്ക് കുറുകെ വരക്കേണ്ട ചുവന്ന തിലകമാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ ചെറുത്തുനിൽപ്പിന്റെ വീരഗാഥ ഭാഗം 6. 1976 ജൂൺ 5 അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അടിയന്തരാവസ്ഥക്ക് പുറമെ പോലീസ് ആക്ട് അനുസരിച്ചുള്ള നിരോധനാജ്ഞയും നിലനിൽക്കുന്ന അവസരം. ദിനേശ് ബീഡി പന്തക്കപ്പാറ ബ്രാഞ്ചിലെ തൊഴിലാളികൾ അന്നും പതിവ് പോലെ ജോലിക്കെത്തി. കൂലി കിട്ടിയിട്ടും ഒന്നിനും തികയാതെ ജീവിത പ്രാരാബ്ദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ടുഴലുന്നവർ, പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോഴും പ്രതീക്ഷകളോടെ ജീവിതം ജീവിച്ചു നീങ്ങുന്നവർ, ചാറ്റൽ മഴ പെയ്ത മണ്ണിൽ തണുത്ത കാറ്റിന്റെ ചെറിയ തലോടൽ. സമയം വൈകുന്നേരം 4:15. മമ്പറം പോലീസ് ക്യാമ്പിന്റെ മുന്നിൽ നിന്നും നിരവധി കൊടുവാളുകളും കുറുവടിയും കൈബോംബും മറ്റ് മാരകായുധങ്ങളുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുമായ 40ഓളം ആളുകളെ കയറ്റിയ 2 ജീപ്പുകൾ പന്തക്കപ്പാറയിലെ ദിനേശ് ബീഡി കമ്പനിക്ക് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ടു. ചാറ്റൽ മഴയോടൊപ്പം ഒരു നീണ്ട വിസിലിന്റെ ശബ്ദം. ജീപ്പിൽ നിന്നിറങ്ങിയ 3-4 പേർ കമ്പനി പ്രവർത്തിക്കുന്ന 2 നില കെട്ടിടത്തിന് നേരെ കൈ ബോംബുകൾ വലിച്ചെറിഞ്ഞു. നിരായുധരും നിരാലംബരുമായ തൊഴിലാളികൾ പരിഭ്രാന്തരായി. ബോംബ് സ്ഫോടനത്തിന്റെ ഭീകര ശബ്ദത്തിൽ പരിസരമാകെ ഞെട്ടിവിറച്ചു. പെട്ടെന്ന് കൊടുവാളും കഠാരയും മറ്റ് മാരകായുധങ്ങളുമായി കുറെ കാപാലികർ കമ്പനിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. കണ്ണിൽ കണ്ടവരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തി. ഭയവിഹ്വലരായ തൊഴിലാളികൾ ചിന്നിച്ചിതറി ജീവന് വേണ്ടി ഓടി. എങ്ങും സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുടെ കൂട്ടക്കരച്ചിൽ. വെട്ടും കുത്തുമേറ്റ് ചോരയൊലിക്കുന്ന ശരീരവുമായി ഓടുന്ന തൊഴിലാളികളുടെ ചുടുരക്തം മഴവെള്ളത്തിലലിഞ്ഞ് പന്തക്കപ്പാറ മുഴുവൻ പരന്നു. അയൽ വീടുകളിൽ നിന്നും അലമുറകൾ ഉയർന്നു. താഴെ ഗുണ്ടകൾ ആക്രമണം തുടരുമ്പോൾ കൊളങ്ങരത്ത് രാഘവനും സഖാക്കളും മുകളിലെ നിലയിൽ വാതിലടച്ച് ഗുണ്ടകളെ ചെറുത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. വാതിൽ തകർത്ത് അകത്ത് കയറിയ ഗുണ്ടകൾ മുന്നിലുള്ളവരെയൊക്കെ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു. മുകൾ തട്ടിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം താഴേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചവരെയും ആ കൊലയാളികൾ വെട്ടിവീഴ്ത്തി. ഈ സമയം കമ്പനിയിലെ തൊഴിലാളിയായ പാലേരി അച്യുതന്റെ കൂടെ അദ്ദേഹത്തിന്റെ 1.5 വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. കുട്ടിയെ രക്ഷിക്കണമെന്ന ഹൃദയഭേദകമായ അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ കാപാലികർ കുട്ടിയെ പിടിച്ചു വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കെട്ടിടത്തിന്റെ തെക്ക് വശത്തെ മുറിയിലേക്ക് ഓടിക്കയറിയ രാഘവനെയും ലക്ഷ്യമിട്ട് അക്രമികൾ ആഞ്ഞെടുത്തു. ജീവന് വേണ്ടി യാചിക്കുന്ന പ്രിയ സഖാവിന്റെ നിലവിളി ഒരിക്കൽ മാത്രം ഉയർന്നു. മാരകമായ 28 വെട്ടുകളേറ്റ് കൊളങ്ങരേത്ത് രാഘവൻ എന്ന ധീരനായ തൊഴിലാളി സഖാവ് രക്തസാക്ഷിയായി. ചുറ്റും വെടിമരുന്നിന്റെയും പച്ച മാംസത്തിന്റെയും ഗന്ധം. മുറിവേറ്റ് പെടിയുന്ന തൊഴിലാളികൾ, രക്തം പുരണ്ട വീടുകളും മുറങ്ങളും മറ്റും ചിതറിക്കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ.
അപ്പോൾ വീട്ടിൽ കൊളങ്ങരോത്തിന്റെ പ്രിയ പത്നി ചോണത്ത് പത്മിനി പതിവ് പോലെ വഴിക്കണ്ണുകളുമായി വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു. എവിടെയോ എന്തോ അപകടം മണത്തുകൊണ്ട് ഒരു കാറ്റ് അവരെയും തഴുകി തെക്കോട്ടേക്ക് കടന്നുപോയി. കോഴൂര് വീട്ടിലേനുള്ളത്. അവിടുന്ന് ഒരു 4 മണി സമയത്താണ് ബോംബ് എറിയുന്ന ഒച്ച കെട്ടി. അത് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞിട്ട് ബീഡി കമ്പനിയിൽ നിന്നാണ് ബോംബ് എറിഞ്ഞത്. ആൾക്കാർ വല്ല ഓടുന്നെല്ലാം കണ്ട് അങ്ങനെ മനസ്സിലാക്കിയ ഇങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ പിറ്റേന്ന് അറിയുന്ന ഇങ്ങനെ മരണപ്പെട്ട വിവരമല്ല. അതുവരെ എന്നോടാരും പറഞ്ഞിട്ടില്ല. സംഭവം നടക്കുമ്പോൾ പെരളശ്ശേരി ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഏക മകൻ ഗണേശൻ. ഇന്ന് വിമുക്ത ഭടനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി ഗണേശൻ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകൾ നൽകുന്ന ആവേശത്തിലാണ്. പെരളശ്ശേരി സ്കൂൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം. ഒരു ശനിയാഴ്ചയായിരുന്നു. സംഭവത്തെ പറ്റി ശരിക്ക് ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ആസ്പത്രിയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിറ്റേന്നാണ് ശരിക്കും അറിയാൻ പറ്റും. വളരെ ചെറുപ്പത്തായതുകൊണ്ട് അത്ര വലിയൊരു ഓർമ്മയൊന്നുമില്ല സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി. പിന്നീടാണ് വളർന്നു വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ച് കണ്ട് AKGയെ പറ്റിയും EMSനെ പറ്റിയും അവരുടെ പഴയകാല ചരിത്രങ്ങളെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിരുന്നതായി നേരിയൊരു ഓർമ്മ ഇന്നും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വളരെ ചേർന്ന് നിൽക്കാൻ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാര്യയുടെയും മകൻ്റെയും മനസ്സിന് ഇപ്പോഴും ഒരു നിലാവ് പോലെ കുളിര് പകരുന്നുണ്ട് ഈ ചിത്രം. ഒപ്പം പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തണലായി നിൽക്കേണ്ടവൻ്റെ അകാല വേർപാട് തീർത്ത സങ്കടവുമുണ്ട് ഈ കണ്ണുകളിൽ. ഓരോ രക്തസാക്ഷിത്വവും ഒരു നാടിൻ്റെ ആവേശത്തോടൊപ്പം ഒരു വീടിൻ്റെ നൊമ്പരം കൂടിയാണ്. അമ്മമാരുടെ നിശ്വാസത്തിനും ഭാര്യയുടെ നെടുവീർപ്പിനും അച്ഛൻ്റെ ഗദ്ഗതത്തിനും പൊന്നുമക്കളുടെ കണ്ണീരിനും അധാർമികതയുടെ അസ്ഥിവാരങ്ങളെ കടപുഴക്കുന്ന ചുഴലിക്കാറ്റിൻ്റെ ശക്തിയുണ്ട്. ഒരു നാളത് കൊടും പാതകങ്ങളുടെ കരിമ്പാറകളെ കടപുഴക്കുന്ന മഹാശക്തിയായി ഒഴുകിയേക്കും. സത്യമാകുമത്. ആ പ്രതീക്ഷയോടെ നാടിനൊപ്പം ഇവരും കാത്തു നിൽക്കുന്നത് ഒരു വസന്തകാലത്തിൻ്റെ ആഗമനത്തിനാണ്. ആ നല്ല കാലത്തിൻ്റെ ഉദയത്തിനായാണല്ലോ ഓരോ രക്തസാക്ഷിയും തങ്ങളുടെ ജീവരക്തം പകർന്നു നൽകിയത്. ഈ ഉറച്ച വിശ്വാസത്തിലാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ചെറുമകൾ അഗജ അച്ചാച്ചനെ കുറിച്ച് അഭിമാനത്തോടെ ഓർമ്മിക്കുന്നത്.
ഇതിനെ കുറിച്ചിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടത് നാട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും ഓടിച്ചെല്ലുമായിരുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ അച്ചച്ചൻ്റെ നാട്ടിലാണ് ഞാൻ ഹൈസ്കൂൾ പഠിച്ചത്, പെർളശ്ശേരി സ്കൂള്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഇപ്പോഴും അച്ചച്ചനെ ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ അച്ചച്ചൻ്റെ പേരിൽ ഞങ്ങളോടൊക്കെ എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു അവരെല്ലാവരും കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും വർഷമായി മരിച്ചിട്ടും ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാട്ടുതീ പോലെയാണ് കുളങ്ങരയത്തിന്റെ കൊലപാതകം നാട്ടിലാകെ പടർന്നത്. കേട്ടപാടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും പന്തക്കപ്പാറയിലേക്ക് കുതിച്ചു. എല്ലാവരിലും ദുഃഖത്തിന്റെയും അമർഷത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അലകൾ. ഈ ക്രൂരതകളെല്ലാം നടത്തി അക്രമി സംഘം സ്ഥലം വിട്ട് 5 മിനിറ്റിനകം പോലീസ് വാൻ കുതിച്ചെത്തി. അക്രമികളെ പിന്തുടർന്ന് പിടിക്കുന്നതിനല്ല, പരിക്കേറ്റ് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരെ നിരോധനാജ്ഞയുടെ പേരിൽ അടിച്ചോടിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പോലീസിന്റെ വിരട്ടലുകളെ അവഗണിച്ച് അവസരോചിതമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ലെങ്കിൽ നിരവധി സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. സഖാക്കൾ തൊവരായി കൃഷ്ണൻ, യു മുകുന്ദൻ, CV ബാലൻ, P വേലായുധൻ, പരപ്രത്ത് രാജു, കക്കോത്ത് കുമാരൻ തുടങ്ങിയവർ ഈ അക്രമത്തിൽ മാരകമായി പരിക്കേറ്റവരാണ്. പിറ്റേ ദിവസം സഖാവിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഒരു നാട് മുഴുവൻ പങ്കാളികളായി. നിറമിഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ആളുകൾ സഖാവിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവായിരുന്ന സഖാവ് AKGയുടെ നാടായ പെരളശ്ശേരിയിൽ AKG മന്ദിരത്തിന് സമീപം ധീര രക്തസാക്ഷി സഖാവ് കൊളങ്ങരയത്ത് രാഘവൻ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു. ജൂൺ 5 സഖാവ് കൊളങ്ങരയത്ത് രക്തസാക്ഷി ദിനം ഈ നാടിൻ്റെ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. ഈ സംഭവം നടക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഈ സംഭവം നടക്കുന്ന പന്തപ്പാറ ദിനേശ് കമ്പനി വീടിക്കകത്ത് എൻ്റെ അച്ഛൻ അന്ന് ജോലി ചെയ്യുന്ന അച്ഛൻ്റെ കൺമുന്നിൽ വെച്ചാണ് സഖാവ് കൊളങ്ങരയത്തിനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. അച്ഛനടക്കം പരിക്ക് പറ്റി കുറേ കാലം ചികിത്സയിലായിരുന്നു. ഓരോ ബലികുടീരവും ഓർമ്മിപ്പിക്കുന്നത് ഒരു പോരാട്ടത്തിന്റെ ത്രസിപ്പിക്കുന്ന അടയാളങ്ങളെയാണ്. ചിഹ്നവൽക്കരിക്കപ്പെടുന്ന ഈ രക്തസാക്ഷി കുടീരങ്ങൾ അടിച്ചമർത്തപ്പെടുന്നവന്റെ അടങ്ങാത്ത ആവേശവും പൊരുതി മുന്നേറുന്നവന്റെ ആത്മവീര്യവുമാണ്. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള ഈ ജീവത്യാഗങ്ങളുടെ ധീരതയ്ക്ക് മുന്നിലാണ് ഓരോ നാടും നമിക്കുന്നത്. സഖാവ് കൊളങ്ങരയത്ത് മറവിയാകാതെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഖാവെ, അങ്ങയുടെ ഹൃദയരക്തം വീണു ചുവന്ന പന്തകപ്പാറയിലെ മണ്ണ് തൊട്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുണ്ട് ഞങ്ങളുടെ നെഞ്ചിൽ ഒരിക്കലും ഉറങ്ങാതെ. കരുത്തരായ രക്തസാക്ഷി ധീരരേ, കുരുതിയിൽ കുരുത്ത രക്തതാരമേ. അടിയന്തരാവസ്ഥയിലെ മറ്റൊരു രക്തസാക്ഷി സഖാവ് N അബ്ദുള്ളയുടെ ജീവിതകഥയുമായി ചെഞ്ചോരപ്പൂവുകൾ അടുത്തയാഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. TV Intimate@gmail.com